നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ബിജുവിനെ ഇ.ഡി. ചോദ്യം ചെയ്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പി.കെ. ബിജുവിനെ ചോദ്യം ചെയ്തത് അറസ്റ്റിലായ പ്രതികളുമായി ബിജുവിനുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അറിയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. 8.5 മണിക്കൂറോളം ബിജുവിനെ ചോദ്യം ചെയ്തത് നീണ്ടു. ഇ.ഡിയുടെ പ്രധാന ലക്ഷ്യം കേസിലെ മറ്റു പ്രതികളുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളിൽ വ്യക്തത വരുത്തുക എന്നതായിരുന്നു. 2 ദിവസം മുമ്പും കേസുമായി ബന്ധപ്പെട്ട് ബിജുവിനെയും CPM ജില്ലാ സെക്രട്ടറി M.M. വർഗീസിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ സതീഷ് കുമാർ ബിജുവിന് 5 ലക്ഷം രൂപ നൽകിയതായി CPM കൗൺസിലർ P.R. അരവിന്ദാക്ഷൻ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് തുടക്കമിട്ടത്. M.M. വർഗീസ് ഈ മാസം 22-ന് ഹാജരാകണമെന്നും ഇ.ഡി. അറിയിച്ചു. തൃശൂരിൽ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ച അക്കൗണ്ടിന് പുറമെ CPMന്റെ മറ്റ് സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ 81 അക്കൗണ്ടുകളും ഇ.ഡി. പരിശോധന നടത്തുവാൻ ഒരുങ്ങുകയാണ്. കരുവന്നൂർ ബാങ്കിലെ CPM നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൗണ്ടിനെക്കുറിച്ചും ബാങ്കിൽ നിന്ന് ബെനാമി വായ്പകൾ അനുവദിച്ചതിലുമാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. നേരത്തെയും ഇവരെ മണിക്കൂറുകൾ ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നു. രഹസ്യ അക്കൗണ്ടിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന മറുപടിയായിരുന്നു നേതാക്കൾ നൽകിയത്. എന്നാൽ ബാങ്ക് അക്കൗണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണെന്നും ഇത് സംബന്ധിച്ച് രേഖകൾ കിട്ടിയിട്ടുണ്ടെന്നും ഇ.ഡി. വ്യക്തമാക്കുന്നു. ഇ.ഡി. ചോദ്യം ചെയ്യലിനിടെ M.M. വർഗീസിനെ ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗവും ചോദ്യം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടികളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിനിടെ CPMന്റെ പേരിലുള്ള ഒരു അക്കൗണ്ട് ആദായ നികുതി വകുപ്പിൽ നിന്ന് മറച്ചുവെച്ചതായി കണ്ടെത്തിയിരുന്നു. തൃശൂരിലുള്ള ബാങ്ക് അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ആരോപണം. നേരത്തെ അറസ്റ്റിലായ CPM നേതാവ് P.R. അരവിന്ദാക്ഷൻ P.K. ബിജുവിനെതിരെ മൊഴി നൽകിയിരുന്നു. ബിജുവിന് 2020-ൽ താൻ 5 ലക്ഷം രൂപ നൽകിയിരുന്നുവെന്നാണ് സതീഷ് കുമാറിന്റെ മൊഴി. CPMന് കരുവന്നൂർ ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്നാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് പ്രധാനമായും വർഗീസിൽ നിന്ന് ഇ.ഡി. തേടുന്നത്. ബാങ്കിൽ നടന്ന ബെനാമി വായ്പകളുടെ കമ്മീഷൻ ഈ അക്കൗണ്ടുകൾ വഴി കൈകാര്യം ചെയ്തെന്നും ഇ.ഡി. വിശദീകരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കരുവന്നൂരിൽ എത്തുന്നുണ്ട്. അതിനു മുൻപ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക CPM നേതൃത്വത്തിനുണ്ട്. കരുവന്നൂർ ബാങ്കിന് സമാനമായ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 12 സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ഇ.ഡി. ധനമന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. അയ്യന്തോൾ, തുമ്പൂർ, നടക്കൽ, മാവേലിക്കര, മൂന്നിലവ്, കണ്ടല, പെരുങ്കടവിള, മൈലപ്ര, ചാത്തന്നൂർ, മാരായിമുട്ടം സർവീസ് സഹകരണ ബാങ്കുകൾ, BSNL എഞ്ചിനീയേഴ്സ് സഹകരണ ബാങ്ക്, കോന്നി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ഇ.ഡി. റിപ്പോർട്ട് നൽകിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.